ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് BPCC 104-ൻ്റെ ഫസ്റ്റ് യൂണിറ്റായ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിലെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് മാത്രമേ നമ്മൾ കവർ ചെയ്തു പോകുന്നുള്ളൂ. ഇത് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് 5 മാർക്കിന് പലതവണ നമുക്ക് ചോദിച്ചിട്ടുള്ളതും മീനിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ് രണ്ടും കൂടെ 10 മാർക്കിന് ചോദിച്ചിട്ടുള്ളതുമാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എടുക്കുന്നത് മീനിങ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡെഫിനേഷൻ ആൻഡ് നേച്ചർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമാണ്. ഓക്കെ, അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഡെഫിനേഷൻ ആൻഡ് നേച്ചർ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പം ദ ടേം സ്റ്റാറ്റിസ്റ്റിക്സ് ഫൈൻഡ് ഇൻ ഒറിജിൻ ഇൻ ആൻ ഇറ്റാലിയൻ ടേം സ്റ്റാറ്റിസ്റ്റ. സ്റ്റാറ്റിസ്റ്റ എന്ന ഇറ്റാലിയൻ വാക്കിൽ നിന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ടേം ഉത്ഭവിച്ചിരിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിനെ റിലേറ്റ് ചെയ്തുള്ള ഓരോ പ്രോബ്ലംസും അതിൻ്റെ ആക്ടിവിറ്റീസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റാസും കവർ ചെയ്യുന്ന പോർഷനാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാറ്റിസ്റ്റിക്സിനെ ആദ്യം പറഞ്ഞിരുന്നത് സ്റ്റേറ്റ് അരിത്മെറ്റിക് എന്നാണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ ടാക്സ് റിലേറ്റഡ് ഇൻഫർമേഷൻ, വാർ പ്ലാൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിലാണെന്നാണ് 2009 ഏറോൺ ആൻഡ് കോപ്സ് പറഞ്ഞിരിക്കുന്നത്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ദി സ്റ്റാറ്റിസ്റ്റിക്സ് വാസ് ഏർലിയർ നോൺ ഫോർ ഇറ്റ്സ് ആപ്ലിക്കേഷൻ ടു ഗവൺമെൻറ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആൻഡ് ഡേറ്റ. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസും ഡേറ്റയ്ക്കും വേണ്ടി ഉള്ളത് മാത്രമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനൊരു ഉദാഹരണമാണ് സെൻസസ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലോട്ട് വരുമ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഉപയോഗം വളരെയധികം പല ഫീൽഡിലും കൂടിക്കൂടി വരുന്നുണ്ട്. അതായത് എക്കണോമിക്സ്, സൈക്കോളജി, എഡ്യൂക്കേഷൻ, മാനേജ്മെൻറ്റ്, അങ്ങനെ പല ഫീൽഡിലും ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടുവരുന്നുണ്ട്. സാധാരണ നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് മാത്സ് ആണ്. അതുപോലെ തന്നെ മാത്സിൻ്റെ ഒരു സബ് ഫീൽഡ് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതിനൊരു ഡെഫിനേഷനുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ ബ്രാഞ്ച് ഓർ സബ് ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ് ദാറ്റ് മെയിൻലി ഡീൽസ് വിത്ത് ദി ഓർഗനൈസേഷൻ ആസ് വെൽ ആസ് അനലൈസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ്. എന്നത് ഏറോൺ ആണ്. ഏറോൺ ആൻഡ് കോപ്സ് 2009 പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. In simple terms, statistics can be described as the science of classifying, organizing and analyzing data. എന്ന് വെച്ചാൽ നമ്മൾ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്. എന്തിനു വേണ്ടിയുള്ളത്? ഒരു ഡേറ്റയെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും എന്നാണ് കിങ് ആൻഡ് മിനിയത്തിൽ പേജ് നമ്പർ 3 പറഞ്ഞിരിക്കുന്നത്. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഒരു സയൻറ്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് മെത്തേഡാണ് ഒരു ന്യൂമറിക്കൽ ഡേറ്റയെ അനലൈസ് ചെയ്യാനും അതിനെക്കുറിച്ചൊരു കൺക്ലൂഷനിലെത്താനും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് എ മാത്തമാറ്റിക്കൽ സയൻസ് പെർട്ടൈനിങ് ടു കളക്ഷൻ, അനലൈസിസ്, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഡേറ്റ എന്നാണ് വീരരാഘവൻ ആൻഡ് ചെഡ്ഗോവേക്കർ 2016 പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കുറച്ച് നേച്ചർ നോക്കാം. അതായത് ഇത്രയും ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ദ നേച്ചർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ് മൊഹാൻഡി ആൻഡ് മിശ്ര 2016 ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. അത് നമുക്ക് എന്തൊക്കെയെന്ന് നോക്കാം. Statistics can be termed as a science in which the facts related to social events are observed, recorded and computed. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്. എന്തുമായിട്ട് റിലേറ്റ് ചെയ്താണ്? ഒരു സോഷ്യൽ ഇവൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്താൽ അതിനെ ഒബ്സർവ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് അതിനെ കമ്പ്യൂട്ട് ചെയ്യുന്നതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയുകയാണെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ. ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ ആൻഡ് അനലൈസിസ് are the process involved in statistics.
ഒരു ഡേറ്റയെ ഓർഗനൈസ് ചെയ്യണം, അതിനെ ക്ലാസിഫൈ ചെയ്യണം, അതിനെ അനലൈസ് ചെയ്യണം. അതും സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള ഒരു പ്രോസസ്സാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കുകയാണെങ്കിൽ വേരിയസ് ഇവൻറ്റ്സ് ആൻഡ് ഫിനോമിനൻ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ്, എക്സ്പ്ലെയിൻഡ് ആൻഡ് കമ്പയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. പല പല പരിപാടികളും നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സഹായത്തോടെ ഡിസ്ക്രൈബ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും കമ്പയർ ചെയ്യാനും സാധിക്കും. നമ്മുടെ ലാസ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ എ സയൻറ്റിഫിക് എൻക്വയറി ക്യാൻ ബി സിസ്റ്റമാറ്റിക്കലി ഇൻ്റർപ്രറ്റഡ് ആൻഡ് പ്രെഡിക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഒരു സയൻറ്റിഫിക് എൻക്വയറി നോക്കുകയാണെങ്കിൽ അത് നമുക്ക് സിസ്റ്റമാറ്റിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യാനും അതിനെ പ്രെഡിക്റ്റ് ചെയ്യാനും സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ സഹായിക്കുന്നു. ആൻഡ് ഇൻ ദിസ് റിഗാർഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ഓൾസോ ഹെൽപ്പ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. നമുക്കൊരു തീരുമാനത്തിലെത്താനും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ബേസിക് കോൺസെപ്റ്റ് അടുത്ത വീഡിയോയിലിടാം.